മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ജലനിരപ്പ് 152 അടിയാക്കുമെന്ന് തമിഴ്നാട് മന്ത്രി ഐ പെരിയസ്വാമി. അത് തമിഴ്നാടിന്റെ സ്വപ്നമാണെന്നും DMK ഭരണത്തിൽ അത് നടപ്പിലാക്കുമെന്നും പെരിയസ്വാമി പറഞ്ഞു. BK സുഹൈൽ വിവരങ്ങളുമായി. BK സുഹൈൽ, തമിഴ്നാട് സർക്കാർ ഈ കാര്യത്തിലുള്ള നിലപാട് വ്യക്തമാക്കുകയാണോ വലിയ തർക്കത്തിനിടെ? നിഷാദ്, പെരിയസ്വാമി തമിഴ്നാടിന്റെ ഗ്രാമവികസന മന്ത്രിയാണ്. അദ്ദേഹം തേനി പ്രദേശത്തെ മഴക്കെടുതികൾ വിലയിരുത്താൻ വേണ്ടി അവിടെ എത്തി. അതിനുശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഇത്തരമൊരു പ്രസ്താവന നടത്തുന്നത്. അതായത് മുല്ലപ്പെരിയാർ ഡാമിന്റെ ജലനിരപ്പ് 152 അടിയാക്കുക എന്നുള്ളത് അത് തമിഴ്നാടിൻ്റെ സ്വപ്നമാണ്. അത് DMKയുടെ വാഗ്ദാനമാണ്. DMKയുടെ ഭരണത്തിൽ തന്നെ അത് നടപ്പിലാക്കും എന്ന് പെരിയസ്വാമി പറയുകയാണ്. ഇപ്പോൾ നിലവിലെ ജലനിരപ്പ് എന്ന് പറയുന്നത് 142 അടിയാണ്. അത് താഴോട്ട് പോകണം എന്നാണ് കേരളത്തിൽ പലതരത്തിലുള്ള ആവശ്യങ്ങൾ ഉയരുന്നത്. അപ്പോഴാണ് 152 അടി ഉയരം ആക്കണം എന്നുള്ള ഒരു നിർദ്ദേശം അല്ലെങ്കിൽ അത്തരമൊരു വെല്ലുവിളിയുമായി തമിഴ്നാട് സർക്കാരിലെ പ്രധാനപ്പെട്ട മന്ത്രി എത്തുന്നത് എന്നുള്ള പ്രത്യേകതയുണ്ട്. അദ്ദേഹം പല കാര്യങ്ങളും വിശദീകരിക്കുന്നു. വൈക്കം സന്ദർശന വേളയിൽ സ്റ്റാലിൻ, തമിഴ്നാട് മുഖ്യമന്ത്രി, കേരള മുഖ്യമന്ത്രി പിണറായി വിജയനുമായി സംസാരിച്ചു. നമ്മൾ സമ്മർദ്ദം ചെലുത്തിയതിൻ്റെ ഭാഗമായാണ് ഈ മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ നിലവിലുള്ള കൂടുതൽ നവീകരണ പ്രവർത്തനങ്ങൾ വരുത്തുവാനും അതിലെ അറ്റകുറ്റപ്പണികൾ നടത്തുവാനുമുള്ള അനുമതി വാങ്ങിയെടുത്തത്. അത് സുപ്രീം കോടതി തമിഴ്നാട് നൽകിയ അവകാശമാണ്. ആ അവകാശം നമ്മൾ നേടിയെടുത്തു. അതേപോലെ തന്നെ സമ്മർദ്ദങ്ങളിലൂടെ ഈ 152 അടി ആക്കി ഉയർത്തുക, ജലനിരപ്പ് ഉയർത്തുക എന്നുള്ളതിലേക്കും എത്തും. അത് ഈ ഭരണത്തിൽ തന്നെ ഉണ്ടാകും എന്നുള്ള ഒരു വെല്ലുവിളി അദ്ദേഹം നടത്തുന്നു. അത് വലിയൊരു കൂടിയാലോചനയുടെ ഭാഗമായിട്ടാണോ അല്ലെങ്കിൽ തമിഴ്നാട് സർക്കാർ ഇപ്പോഴെടുത്ത തീരുമാനത്തിന്റെ ഭാഗമാണ് എന്നൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ല. എങ്കിലും കാലങ്ങളായി DMKയും അതേപോലെ തന്നെ സുഹൈല്, തമിഴ്നാട്ടിലെ ജനങ്ങളുടെയും സർക്കാരിന്റെയും വികാരം അദ്ദേഹം പ്രതിഫലിപ്പിക്കുന്നു എന്ന് വിചാരിക്കാം. ഇപ്പോൾ മുല്ലപ്പെരിയാറിന്റെ കാര്യത്തിൽ നമുക്കുള്ള അഭിപ്രായവും നമ്മുടെ നിലപാടും വേറെ തന്നെയാണ്. അത് മുഖ്യമന്ത്രി കഴിഞ്ഞ തവണത്തെ കൂടിക്കാഴ്ചയിൽ ഉന്നയിക്കുമെന്ന് വിചാരിക്കപ്പെട്ടിരുന്നു, പക്ഷേ അദ്ദേഹം ഉന്നയിച്ചില്ല. എന്ന് വെച്ചാൽ മുല്ലപ്പെരിയാറിൽ നമ്മൾ ആഗ്രഹിക്കുന്നതിലേക്ക് കാര്യങ്ങളെ കൊണ്ടുവരാനുള്ള സകല സാധ്യതയും അടയുന്നതിന്റെ സൂചന അപ്പുറത്തുനിന്ന് കാണുന്നല്ലേ? സ്വാഭാവികമായും കേരളം ഇക്കാര്യത്തിൽ കാര്യമായി ഒന്നും മുന്നോട്ട് പോകാതിരിക്കുമ്പോഴാണ് വലിയ സമ്മർദ്ദവുമായി തമിഴ്നാട് രംഗത്ത് വരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ പറഞ്ഞത് വളരെ ശ്രദ്ധേയമാണ്. കാരണം അറ്റകുറ്റപ്പണികൾ നടത്താൻ കേരള സർക്കാരുമായി നമ്മൾ സമ്മർദ്ദത്തിലൂടെ അത് നമ്മൾ നേടിയെടുത്തു. നമുക്കറിയാം, കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുമ്പാണ് മുല്ലപ്പെരിയാർ അണക്കെട്ടിൻ്റെ അറ്റകുറ്റപ്പണികൾ നടത്താനുള്ള ഒരു അംഗീകാരം കേരളം നൽകുന്നതും അതിൻ്റെ പണികൾ ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയാണ് എങ്കിൽ ഈ DMK ഭരണത്തിൽ തന്നെ അത് 152 അടിയാക്കി ഉയർത്താൻ എല്ലാവിധ സമ്മർദ്ദവും വരുത്തും എന്ന് പെരിയസ്വാമി പറയുകയാണ്. അപ്പോൾ ഒരുപക്ഷെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ തമിഴ്നാട് മന്ത്രിസഭ പുതുതായി എടുത്ത ഒരു തീരുമാനമോ അല്ലെങ്കിൽ അതിലൊരു പ്രഖ്യാപനമായിട്ടോ അല്ല ഇത് വരുന്നത്. മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിനുത്തരമായിട്ടാണ് പെരിയസ്വാമി ഇക്കാര്യം പറയുന്നത്. എങ്കിൽ പോലും കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആശങ്കയുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണിത്. കാരണം 142 എന്ന നിലവിലെ സ്ഥിതിയിൽ നിന്നും താഴോട്ട് വരണം എന്നാണ് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുകയും അതിനുവേണ്ടിയുള്ള പ്രക്ഷോഭങ്ങൾ നടക്കുകയും ചെയ്യുന്ന 152 അടിയിലേക്ക് മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് ഉയർത്തുമെന്ന് പ്രഖ്യാപിക്കുകയാണ് തമിഴ്നാട്ടിലെ ഗ്രാമവികസന വകുപ്പ് മന്ത്രി.